Hi friends, welcome to Road Job. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NDA നാഷണൽ ഡിഫൻസ് അക്കാദമി 406 വാക്കൻസീസ് ആണ്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓഫ് നോട്ടിഫിക്കേഷൻ. റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ആപ്ലിക്കേഷൻ 31/12 ആണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലറി ഡീറ്റെയിൽസ് ആണ്. ആർമി ഓഫീസേഴ്സ് ഈക്വലന്റ് റാങ്ക് ആണ് എയർഫോഴ്സിലും നേവിയിലും. ആദ്യം തന്നെ സ്റ്റൈപ്പൻഡ് ടു മെയിൽ ആൻഡ് ഫീമെയിൽ കാഡറ്റ്സ് ഡ്യൂറിംഗ് ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് 56,100, അതായത് സ്റ്റാർട്ടിംഗ് പേ ഇൻ ദ ലെവൽ 10. സെൻട്രൽ ഗവൺമെന്റിന്റെ ലെവൽ 10 ഏകദേശം 56,100 ആണ് ബേസിക് പേ ആയിട്ട് ലഭിക്കുക. NDA SSB ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന സാലറി IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന അതേ സാലറി തന്നെയാണ്. അതുകൂടാതെ പേ ലെവൽ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇത് പ്രൊമോഷണൽ പോസ്റ്റുകളുടെ പേ ലെവലാണ്. അതുകൂടാതെ അതർ അലവൻസസ്, ഡിയർനെസ് അലവൻസ്, പാര അലവൻസസ് 13,000, പാര റിസർവ് അലവൻസ് 3,000, പാര ജംപ് ഇൻസ്ട്രക്ടർ അലവൻസ് 13,000, പ്രൊജക്ട് അലവൻസ് 4,000, നിയർലി 4,000, സ്പെഷ്യൽ ഫോഴ്സ് അലവൻസ് 31,000, ടെക്നിക്കൽ അലവൻസ് 3,000, ടെക്നിക്കൽ അലവൻസ് ടയർ 2 4,000. അതർ ദാൻ ദീസ് അലവൻസസ് യൂണിഫോം അലവൻസ് ആയിട്ട് ഓരോ വർഷവും 25,000 രൂപ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ റേഷനും ഉണ്ടായിരിക്കുന്നതാണ്. അത് ഫീൽഡ് ഏരിയസിലായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഓഫീസേഴ്സിന് ഹയർ TPTA സിറ്റീസിൽ 7,200 DA ദെറോൺ, അതർ പ്ലേസസിൽ 3,600 ആണ്. ഇതുകൂടാതെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് 2,813 പെർ മന്ത് അപ് ടു ദ ക്ലാസ് 12th സ്റ്റാൻഡേർഡ്. ഹോസ്റ്റൽ സബ്സിഡി ആയിട്ട് 8,000 നിയർലി ഉണ്ട്. അതും 12th ക്ലാസ് വരെയാണ് ലഭിക്കുക. പെനൽറ്റി ഫോർ റോങ് ആൻസേഴ്സ്, എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക. അപ്ലിക്കേഷൻ ഫീ ഫോർ ഓൾ അതർ കാൻഡിഡേറ്റ്സ് 100 ആണ്. SC/ST ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വാർഡ്സ് ഓഫ് JCOs NCOs അപ്ലിക്കേഷൻ ഫീ നില്ലാണ് കാണിക്കുന്നത്. പേയ്മെന്റ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ 11/12 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 31/12/2024. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫീ പേയ്മെന്റ് 30/12/2024. ഡേറ്റ് ഓഫ് മോഡിഫിക്കേഷൻ ഇൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം 1/1/2025. ലാസ്റ്റ് ഡേറ്റ് 7 January 2025 ആണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 13 April 2025 ആണ്. നെക്സ്റ്റ് ഏജ് ലിമിറ്റ് ആണ്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് അൺമാരീഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ നിങ്ങളെ റിജക്ട് ചെയ്യുന്നതാണ്. അതുകൂടാതെ 2006 2009 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ക്വാളിഫിക്കേഷൻ ഓരോന്നിനും സെപ്പറേറ്റ് ആണ്. ആർമി വിങ്ങിന് 10+2 ആണ് ക്വാളിഫിക്കേഷൻ. എയർഫോഴ്സ് വിങ്ങിനും നേവൽ വിങ്ങിനും 10+2. അതുകൂടാതെ തന്നെ +2 ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. അതിന്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ റിക്രൂട്ട്മെന്റ്. വാക്കൻസി ഡീറ്റെയിൽസ് ഓരോന്നിനും സെപ്പറേറ്റ് നോക്കാം. ആർമി 208 വാക്കൻസി, അതിൽ 10 വാക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. നേവി 42, 6 ഫീമെയിലിന്. എയർഫോഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്ലൈയിങ് 92 ആണ്, അതിൽ 2 ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്. ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ടെക് 18 വാക്കൻസി, 2 വാക്കൻസി ഫീമെയിലിനും. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്കിൽ 10 വാക്കൻസി ഉണ്ട്, അതിൽ 2 വാക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സുമാണ്. ഇതുകൂടാതെ നേവൽ അക്കാദമി 10+2 കാഡറ്റ് എൻട്രി സ്കീമിൽ 36 വാക്കൻസി ഉണ്ട്, അതിൽ 5 വാക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ് ആണ്. 2 സ്റ്റേജ് സെലക്ഷൻ പ്രൊസീജിയർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റലിജന്റ് ടെസ്റ്റ് ആണ് സെക്കൻഡ് വൺ. അപ്പോൾ ഇത് 2 ടയർ ആയതുകൊണ്ട് തന്നെ ഓൺലി ദോസ് കാൻഡിഡേറ്റ്സ് ഹു ക്വാളിഫൈ അറ്റ് സ്റ്റേജ് 1 വിൽ ബി അഡ്മിറ്റഡ് ഫോർ സ്റ്റേജ് 2. അതുപോലെ തന്നെയാണ് സ്റ്റേജ് 2 ക്ലിയർ ആയവർക്ക് മാത്രമേ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പങ്കെടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഇതൊക്കെയാണ് സെലക്ഷൻ പ്രോസസ്സ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ.